ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കേരളത്തിലെ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർധനവിനെ ചൊല്ലി ഇപ്പോൾ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. അധികാരത്തിൽ വന്നാൽ ആശമാർക്ക് 21,000 രൂപ ഓണറേറിയവും 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും നൽകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ വെറും 3,000 രൂപ മാത്രം വർദ്ധിപ്പിച്ച് മല എലിയെ പ്രസവിച്ചതുപോലെയുള്ള നടപടിയാണ് സ്വീകരിച്ചത് എന്നാണ് ചില സംഘടനകളുടെയും പ്രതിപക്ഷത്തിന്റെയും വിമർശനം. എന്നാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ്? മുൻ ധനമന്ത്രി KN ബാലഗോപാലൻ പുറത്തുവിട്ട കണക്കുകളിലെ യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കിയില്ല എന്ന വിമർശനം നിലനിൽക്കുമ്പോഴും കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇവരുടെ വേതനത്തിൽ വലിയൊരു വർധനവ് ഉണ്ടായതായി കാണാം. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മാത്രം 2 തവണയായി 2,000 രൂപയുടെ വർധനവ് ഇടത് സർക്കാർ വരുത്തിയത്. ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം ആകെ 3,000 രൂപയുടെ വർധനവ് ആശാപ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. കേവലം ആശാപ്രവർത്തകർക്ക് മാത്രമല്ല, കേരളത്തിലെ അംഗനവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, സ്കൂൾ പാചക തൊഴിലാളികൾ, കരാർ ജീവനക്കാർ എന്നിവർക്കെല്ലാം ഇതേ നിരക്കിൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് നൽകാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട്. 2016 മുൻപ് 1000, പിണറായി സർക്കാർ വന്ന ശേഷം 9,000 രൂപ വരെ ഉയർന്നു. ഇനി നമുക്ക് ഇതിന്റെ ഒരു ചരിത്രപരമായ കണക്ക് പരിശോധിക്കാം. എങ്കിൽ മാത്രമേ ഈ വ്യത്യാസം കൃത്യമായി മനസ്സിലാകൂ. ഒന്നാം പിണറായി സർക്കാർ 2016 ചുമതലയേൽക്കുമ്പോൾ കേരളത്തിലെ ആശാപ്രവർത്തകരുടെ നിശ്ചിത സംസ്ഥാന ഓണറേറിയം വെറും 1000 രൂപ മാത്രമായിരുന്നു. എന്നാൽ ഈ ഭരണകാലയളവിനുള്ളിൽ ഘട്ടങ്ങളായി വർദ്ധിപ്പിച്ച് അത് ഇന്ന് 9,000 രൂപയിൽ എത്തി നിൽക്കുകയാണ്. അതായത് ഈ കാലയളവിൽ മാത്രമുണ്ടായ ആകെ വർധനവ് 8,000 രൂപയാണ്. ഇനി ഇതിനെ മുൻകാല സർക്കാരുകളുമായി താരതമ്യം ചെയ്താൽ VS അച്യുതാനന്ദൻ സർക്കാർ ചുമതല ഒഴിയുമ്പോൾ 500 രൂപയായിരുന്ന ആശാ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വലിയ സമരങ്ങൾ നടന്നിരുന്നു. എന്നാൽ 5 വർഷത്തെ ഭരണത്തിനൊടുവിൽ ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ചത് വെറും 500 രൂപയുടെ വർധനവ് മാത്രമായിരുന്നു. ഇതാണ് അന്നത്തെയും ഇന്നത്തെയും കണക്കുകൾ തമ്മിലുള്ള വ്യത്യാസം. തീർച്ചയായും താഴെത്തട്ടിൽ കഷ്ടപ്പെടുന്ന ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന 21,000 രൂപ എന്ന ആവശ്യത്തിലേക്ക് സംസ്ഥാനം ഇനിയും എത്തിച്ചേരേണ്ടതുണ്ട്. അതിനായുള്ള സമരങ്ങളും ചർച്ചകളും ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. എന്നാൽ മുൻകാല സർക്കാരുകൾ നൽകിയ തുകയുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും LDF സർക്കാർ വരുത്തിയ ശമ്പള വർധനവ് അവഗണിക്കാൻ കഴിയുന്നതല്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.